കത്തോലിക്കാ സഭയുടെ വേദപാരംഗതനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെയും കുമ്പസാരക്കാരുടെയും മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയെ വത്തിക്കാനിലെ പുൽത്തൊഴുത്തിന്റെ ചിത്രീകരണത്തിൽ ആദരിക്കുമ്പോൾ സഭ ലോകത്തോട് വിളിച്ചു പറയുന്നത് വിശുദ്ധ ജീവിതങ്ങളുടെ ലാളിത്യം കൂടിയാണ്. വിശുദ്ധന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പഗാനി ഇടവക ഉൾക്കൊള്ളുന്ന നൊച്ചേര ഇൻഫീരിയോരെ സർണോ രൂപതയാണ് ഈ വർഷം വത്തിക്കാനിലെ പുൽക്കൂട് തയ്യാറാക്കിയത്. ദക്ഷിണ ഇറ്റലിയിലെ ഈ രൂപതയ്ക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി എന്ന് വത്തിക്കാനിലെ പുൽക്കൂടിന്റെ പ്രകാശന വേളയിൽ രൂപതാധ്യക്ഷൻ പറഞ്ഞു. ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ അൽഫോൻസസ് ലിഗോരി രചിച്ച ഇറ്റാലിയൻ കരോൾ ഗാനം യൂറോപ്പിലെങ്ങും പ്രശസ്തമാണ്. തുഷെന്തി ദെല്ലെ സ്റ്റെല്ലെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം അദ്ദേഹം കുട്ടികളോടൊത്ത് ആലപിക്കുന്നതായാണ് പുൽക്കൂട്ടിലെ ചിത്രീകരണം. വിശുദ്ധ അൽഫോൻസസ് ലിഗോരി രചിച്ച ഈ ഗാനത്തിൻ്റെ മലയാളം വിവർത്തനം ബഹുമാനപ്പെട്ട അനൂപ് മുണ്ടക്കലച്ചൻ നടത്തിയിട്ടുണ്ട്. താരകനിരകളിൽ നിന്നും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കുമാരി ശ്രേയ ജയദേവാണ്. ഒരേ സമയം അഗതരൂപതയുടെ മെത്രാനും ധാർമ്മിക ദൈവശാസ്ത്ര അധ്യാപകനുമായിരുന്ന അൽഫോൻസസ് ലിഗോരി 111 പുസ്തകങ്ങളാണ് അക്കാലത്ത് രചിച്ചത്. കാവ്യഭംഗി ചോരാതെ എന്നാൽ ഏറ്റവും സാധാരണക്കാരായ ആട്ടിടയന്മാർക്ക് ഓർത്തുപാടാവുന്ന ലളിതമായ അനേകം ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുത്തുകാരനും കവിയും നാടകകൃത്തുമൊക്കെയായിരുന്ന അൽഫോൻസസ് ലിഗോരി സ്ഥാപിച്ച സന്യാസ സമൂഹമാണ് ദിവ്യരക്ഷക സഭ. 1732 ഇറ്റലിയിലെ നേപ്പിൾസിൽ അദ്ദേഹം ആരംഭിച്ച ഈ സന്യാസ സമൂഹത്തിലൂടെ ഇന്ന് 82 രാജ്യങ്ങളിലായി 5400 സന്യാസ സഹോദരങ്ങൾ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സമൂഹത്തിന് ഇന്ത്യയിൽ 3 പ്രൊവിൻസുകളാണുള്ളത്. കേരളത്തിൽ 11 സന്യാസ ഭവനങ്ങളുണ്ട്. പാവങ്ങളെ മറക്കരുത് എന്ന് നിരന്തരം പറഞ്ഞിരുന്ന വിശുദ്ധ അൽഫോൻസസിനെ വത്തിക്കാൻ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം കൂടിയാണ് ലോകം മുഴുവൻ എത്തിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം.